നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാമുകിയുമായൊരു ബന്ധം മോൻ നിലനിർത്തിപ്പോയാ എങ്ങനെ ശ്രീദേവിയുടെ മകനൊരു നല്ല കുടുംബജീവിതം ഉണ്ടാവും? അതേപ്പറ്റി ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ആലോചിക്കാനുള്ള സമയം വന്നിരിക്കുന്നത്. എന്റെ മകളുടെ പിടിവാശിക്ക് മുൻപിൽ തോറ്റുകൊടുത്തതുകൊണ്ടാ ഈ കുടുംബവുമായി ഒരു ബന്ധത്തിന് ഞാൻ തയ്യാറായത്. അതിന് എന്റെ മോൾക്ക് കിട്ടുന്നത് അവഗണനയും വേദനയുമാണെങ്കിൽ ഒരിക്കലും ഞാനത് കണ്ടു നിൽക്കില്ല. എന്റെ മോൾക്ക് വേണ്ടി ഞാൻ മനസ്സിലടക്കി വെച്ചതൊക്കെ ദക്ഷ അങ്ങ് പുറത്തെടുക്കും. നിങ്ങൾ ആരെയും പേടിപ്പിക്കുന്നത്? നിങ്ങളെ വേണ്ടാന്ന് വെച്ച ആണൊരുത്തന്റെ മോനാ ഞാൻ. ഈ കുടുംബത്തിലുള്ള ആരെയെങ്കിലും അപായപ്പെടുത്താമെന്നൊരു തോന്നൽ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ അറിയാതെയെങ്കിലും വന്നു പോയാൽ അതിനു മുൻപ് വടിയൊന്ന് നടക്കുന്ന ആ പരട്ടക്കിഴവൻ ചന്ദ്രവർമ്മയുടെ നെഞ്ചും കൂട് പൊളിച്ചു കളയും ഞാൻ. പാപത്തിന്റെ കണക്ക് പറഞ്ഞ് നിങ്ങൾ എന്റെ മുത്തച്ഛനെ അമ്മയും ട്രാപ്പിൽ പെടുത്തി കളഞ്ഞു. ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ മോളോട് നന്ദിയുണ്ട്. മംഗലശ്ശേരിയുടെ മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ മോളായിട്ട് തന്നെ എനിക്ക് കാണിച്ചു തന്നു. ഒളിഞ്ഞിരുന്ന ആളെ വെച്ച് ആക്രമിക്കാനേ നിങ്ങൾക്കറിയൂ. ഞാൻ അങ്ങനെയല്ല, നേരിട്ട് തന്നെ തരും. സഞ്ജു, നീ ഒരു അക്ഷരം മിണ്ടരുത്. പോ, കേറി പോ മോനെ, പോ. സ്വാതി ഇവിടെ കഴിയുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസവുമില്ല. സഞ്ജു സ്വാതിയോട് സംസാരിക്കുന്നതിലും എനിക്ക് ഒരു വിരോധവുമില്ല. മമ്മി പറഞ്ഞതൊന്നും മുത്തശ്ശനും അമ്മയും കാര്യമാക്കണ്ട. ഞാനിപ്പോ അന്യായി അല്ലടി. ജീവിക്കേണ്ടത് ശ്രീകുട്ടിയെ ഓർത്താരും വിഷമിക്കണമെന്നില്ല. അവരിവിടെ ഒന്ന് പോവാനുള്ള ഒരുക്കത്തില്ല. അത് വേണ്ട മുത്തശ്ശി, ഞാൻ സ്വാതിയോട് സംസാരിക്കാം. അതൊന്നും ഇനി നടപ്പുള്ള കാര്യമല്ല. അവരിറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പോയി തന്നാ മതി. തീയതിയും മുഹൂർത്തമൊക്കെ കുറിച്ചല്ലോ. എന്നാ നമുക്ക് പോകാം മോളെ. വിവാഹ മണ്ഡപം ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ നമ്പീശൻ വരും. എല്ലാ കാര്യങ്ങളും ഞങ്ങളും കൂടി അറിഞ്ഞു വേണം ചെയ്യാൻ. വാ പോകാം. ഞാനിപ്പോ പോട്ടെ അമ്മ. ശരി, മോള് ചെല്ല്. മുത്തശ്ശി ഈ കല്യാണം എങ്ങനെ നടക്കാനാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.